നമുക്ക് മറ്റേ മഹലിനെ തോൽപ്പിക്കണം. നിങ്ങൾക്ക് എത്ര പൊതി കിട്ടിയത്? 1.5 കിലോ. ഞങ്ങളൊക്കെ 5 കിലോ കൊടുത്തത്. ഇറച്ചിന്റെ കണക്കും കിറ്റൊന്നും അള്ളാഹ് കേൾക്കേണ്ട കാര്യമില്ല. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ അറുക്കുന്ന മൃഗത്തിന്റെ ചോരയോ അതിന്റെ മാംസമൊന്നും അള്ളാഹ്ക്ക് വേണ്ട. ഉദ്ഹിയത്തിനെ കുറിച്ച് പറഞ്ഞതാ. നിങ്ങളുടെ കൽബിൽ അള്ളാഹുവിനെ കുറിച്ച് എത്ര ബോധമുണ്ട്, ഇത്രയേ അള്ളാഹു നോക്കുന്നുള്ളൂ. ഇറച്ചിന്റെ കണക്കും കിറ്റൊന്നും അള്ളാഹ്ക്ക് കേൾക്കേണ്ട കാര്യമില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഈ പെരുമ കാണിക്കാൻ ചെയ്യുന്ന പണിയൊക്കെ ഒന്ന് നിർത്തിക്കളെ. അള്ളാഹുവിന്റെ പെരുന്നാളിൽ ഇഷ്ടപ്പെട്ട അമല് ജനങ്ങൾക്ക് മാംസം വിതരണം ചെയ്യലാണ്. അതുകൊണ്ട് ചെയ്യലാണ്. നമ്മൾ അങ്ങനെയല്ല പറയാ, നമുക്ക് മറ്റേ മഹലിനെ തോൽപ്പിക്കണം, നമ്മൾ അവര് ചെയ്തതിനേക്കാളും കൂടുതൽ ചെയ്തു എന്ന് വരുത്തണം. നിങ്ങൾക്ക് എത്ര പൊതി കിട്ടിയത്? 1.5 കിലോ. ഞങ്ങളൊക്കെ 5 കിലോ കൊടുത്തത്. എന്താ കാര്യം? പറയല. ഇതൊന്നും അള്ളാഹുവിന്റെ അരികത്തേക്ക് എത്തണില്ല. ഇതൊക്കെ സ്റ്റാമ്പ് ഒട്ടിക്കാത്ത കത്ത് തിരിച്ചു പോരുന്ന പോലെ തിരിച്ചു പോരും. സമാഇൽ മുഅല്ലഖായി കിടക്കുന്ന, മേലോട്ട് പോകില്ല. അതുകൊണ്ട് മുഅ്മിനെ, ഗൗരവം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ വലുപ്പത്തിലല്ല, അതിന്റെ ക്വാളിറ്റിയിലാണ്. നബി ഞങ്ങളോട് സ്വഹാബിമാര് ചോദിച്ചു, നബിയെ പെരുന്നാളിന് ഉദ്ഹിയ്യത്ത് അറുക്കുന്നുണ്ടല്ലോ, എന്താണ് ഈ ഉദ്ഹിയ്യത്തിന്റെ അവസ്ഥ? ഈ അറവ് മൃഗങ്ങളുടെ അവസ്ഥ എന്താണ്? എന്തിനാ നബിയെ ഈ അറവ്? ഇത് നിങ്ങളുടെ ഉപ്പയായ ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്തു വെച്ച നന്മയാണ്. ആ നന്മയാണ് നമ്മൾ പിൻപറ്റുന്നത്. അവര് ചോദിച്ചു, ഒരു അറവ് മൃഗം ഉദ്ഹിയ്യത്ത് ചെയ്താൽ ഞങ്ങൾക്കതിന് എന്താണ് കിട്ടാനുള്ളത്? ആ ജീവിയുടെ, ആ മൃഗത്തിന്റെ ഓരോ രോമത്തിനും എണ്ണമനുസരിച്ച് അള്ളാഹു നിങ്ങൾക്ക് നന്മകൾ രേഖപ്പെടുത്തുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ ആ ഒരു മാതൃക നിങ്ങൾ പിൻപറ്റണം. ഉദ്ഹിയ്യത്ത് അറുക്കുകയും ആ മാംസം പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു കൊടുക്കുകയും വേണം.